ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC കൊല്ലം കണ്ണൂർ LDC എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ ബി ഹാൻകർ ചീഫ്സ്. ഈ ക്വസ്റ്റ്യനിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഓപ്ഷൻ ബിയും കറക്റ്റാണ്, ഓപ്ഷൻ സിയും കറക്റ്റാണ്. ഇവിടെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് ഹാൻകർ ചീഫിൻ്റെ പ്ലൂറൽ ഫോമാണ്. ഹാൻകർ ചീഫിന് രണ്ട് പ്ലൂറൽ ഫോം ഉണ്ട്. ഒന്ന് ഹാൻകർ ചീഫ്സും മറ്റേത് ഹാൻകർ ചീഫ്സും. ഇത് രണ്ടും കറക്റ്റാണ്. അപ്പോൾ ചിലപ്പം ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവും. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ഹാൻകർ ചീഫ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി? ഓപ്ഷൻ ഡി എ മാൻ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. ഇതൊരു ഇഡിയമാണ്. ഇതിൻ്റെ മീനിങ് ഇതാണ്: പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് ഒരു വ്യക്തി അയാൾ ഒട്ട് എൻജോയ് ചെയ്യത്തുമില്ല, മറ്റുള്ളവരെ എൻജോയ് ചെയ്യാനായിട്ട് അനുവദിക്കത്തുമില്ല. ആ ഒരു ക്യാരക്ടറിനെയാണ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പോട്ട് ദി എറർ. ഓൾദോ ഹി ലെഫ്റ്റ് ഹോം എയർലി ബട്ട് ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. നോ എറർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബട്ട് ഹി എന്നുള്ള പാർട്ടിലാണ് എറർ. ഓൾദോയ്ക്ക് ശേഷം ബട്ട് വരുവേല. ഓൾദോയ്ക്ക് ശേഷം ബട്ട്, സ്റ്റില്ല്, യെറ്റ് ഇതൊന്നും വരുവേല. ഇതിനെല്ലാം ഏകദേശം ഒരേ മീനിങ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്സിമൈൽ മീൻസ് എക്സാക്റ്റ് കോപ്പി. അടുത്ത ക്വസ്റ്റ്യൻ, നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. അതായത് ഇതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ ടൈപ്പിലുള്ള സെൻറ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആയിട്ട് മാറും. അതായത് സെഡോ ടോൾഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആസ്ക്ഡ് എന്ന് വേണം വരാനായിട്ട്. അപ്പോൾ ഇവിടെ നവീൻ ആസ്ക്ഡ്. ക്വസ്റ്റ്യൻ ടൈപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഒരെണ്ണം എസ് ഓർ നോ ടൈപ്പും പിന്നെ ഒരെണ്ണം WH ടൈപ്പും. എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. WH ടൈപ്പ് എന്ന് പറയുമ്പം അത് ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വാട്ട്, വിച്ച്, വേർ, ഹൗ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനെ WH ടൈപ്പ് എന്നാണ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നീഡിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതൊരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അവിടെ കണക്റ്റിംഗ് വെർബായിട്ട് ഈഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം. അതായത് ഈ ഇൻവെർട്ടർ കോമാസിന് വെളിയിലുള്ള പാർട്ടിനെയും ഇൻവെർട്ടർ കോമാസിനകത്തുള്ള പാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈഫ് അല്ലെങ്കിൽ വെദർ ചേർക്കണം. അപ്പോൾ ഇവിടെ നവീൻ ആസ്ക്ഡ് ഈഫ് എന്ന് വന്നു. ഐ എന്നുള്ളത് ഹീ ആയിട്ട് മാറി. നവീൻ ആയതുകൊണ്ട് ഐ ഹീ ആയിട്ട് മാറി. പിന്നെ ഇവിടെ നീഡ് വന്നിട്ടുള്ളത് കൊണ്ട് ഹാഡ് ടു എന്ന് വരും. അതായത് ആവശ്യകതയെ സൂചിപ്പിക്കുന്ന നീഡ്, മസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് ടു ചേർക്കണം. ഹാഡ് ടു, ടുവിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരുന്നത്. അതായത് വെർബിൻ്റെ V1 ഫോം ആയിരിക്കും ടുവിന് ശേഷം വരുന്നത്. അപ്പോൾ ഇവിടെ നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. അറ്റ് വൺസ് എന്നുള്ളത് ജസ്റ്റ് ദെൻ ആയിട്ട് മാറി. അപ്പോൾ ഇത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, നൺ ഓഫ് ദി വർക്ക്മെൻ അറൈവ്ഡ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ഡിഡ് ദെയ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്, അങ്ങനെ ഒരു ഫോർമാറ്റിലാണ് അത് എഴുതുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കാം. നൺ ഓഫ് ദി വർക്ക്മെൻ അറൈവ്ഡ്. നൺ ഓഫ് ദി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്
ഇത് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. അപ്പം ടാഗ് പോസിറ്റീവ് ആകണം. ടാഗ് പോസിറ്റീവ് ആകുമ്പോൾ അതിൽ നോട്ട് വരുകയില്ല. ഇവിടെ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസിൽ വെർബിൻ്റെ ടെൻസ് നോക്കിയാണ് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ വെർബ് അറൈവ്ഡ് ആണ്. അറൈവ്ഡ് എന്ന് വെച്ചാൽ ഡിഡ് പ്ലസ് അറൈവാണ് അറൈവ്ഡ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഡിഡ് എന്ന് വരും. വർക്ക് മെൻ ആയതുകൊണ്ട് സബ്ജക്റ്റ് ദൈ എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഡിഡ് ദൈ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ ബി റാറ്റ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വെച്ചാൽ എലിപ്പനി. എലിപ്പനി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എലിയുമായിട്ട്. അപ്പോൾ ഓപ്ഷൻ ബി റാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. ഓപ്ഷൻ ഡി എ ദ. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. അതായത് ഇതൊരു പ്രോവർബാണ്. ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? കയ്യിലുള്ള ഒരു കിളിയാണ് കാട്ടിലുള്ള 2 കിളിയേക്കാളും നമുക്ക് മൂല്യമുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ അടുത്തുള്ള സാധനമാണ് അകലെയുള്ള വസ്തുക്കളെക്കാളും നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഒരു കിളി എന്ന് പറയുമ്പോൾ അത് എ ബേർഡ് ആയതുകൊണ്ട് ബേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബിയിലാണ്. ബി ഒരു കൺസോണൻ്റ് സൗണ്ടിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺസോണൻ്റ് ലെറ്ററുമാണ് ബി. കൺസോണൻ്റ് ലെറ്ററിന് മുമ്പിൽ വരുന്നത് എ ആണ്. അപ്പോൾ എ ബേർഡ് എന്ന് വരും. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അതിനെ ദ ചേർത്താണ് പറയുന്നത്. അപ്പോൾ ദ ബുഷ് എന്നാണ് വരുന്നത്. എ ബേർഡ് ദ ബുഷ്, അതായത് കയ്യിലുള്ള ഒരു പക്ഷി എന്നുള്ള അർത്ഥത്തിൽ എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിക്കാട്. ദ ബുഷ് ആ കുറ്റിക്കാട്ടിൽ എന്നുള്ള അർത്ഥത്തിൽ സ്പെസിഫൈ ചെയ്യുന്ന പറയുന്നത് കൊണ്ട് ദ ബുഷ് എന്നാണ് വരുന്നത്. അപ്പം എ ദ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീ ഈസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. ഓപ്ഷൻ എ ഓഫ്. അക്യൂസിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആയിരിക്കും. അപ്പോൾ അക്യൂസ്ഡ് ഓഫ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേൺഡ്. ചേഞ്ച് ദ വോയിസ്. ഓപ്ഷൻ സി എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. ഇത് വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേൺഡ്. വെർബിൻ്റെ പോർഷനിൽ ഹാവ് കോണ്ടാക്റ്റഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഹാവ് കോണ്ടാക്റ്റഡ് എന്ന് വന്നിരിക്കുമ്പോൾ അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള സെൻറ്റൻസ് ആണ്. ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റിനെ, അതായത് ഹാവോ ഹാസോ ചേർന്ന് വരുന്നതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് എന്നാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എവരി വൺ കൺസേൺഡ്. എവരി വണ്ണിന് ശേഷം സിംഗുലർ വെർബാണ് വരുന്നത്. അതുകൊണ്ട് എവരി വൺ കൺസേൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്